ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് ചോറിന് വേറെ കറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങെല്ലാം തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതുപോലെ നൈസായിട്ട് ചെറിയ രീതിയിൽ അരിയണം. അരിഞ്ഞതേ കണ്ടോ, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിൽ അരിഞ്ഞെടുക്കണം. അങ്ങനെ അരിഞ്ഞ് ഓരോ കഷ്ണം ചെറിയ ചെറിയ കഷ്ണമാക്കി ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോൾ അതുപോലെ ഒരു ബൗളിൽ നിറച്ച് കിട്ടാൻ പാത്രം അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ആകെ 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചോറിന് ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല ഇഷ്ടപ്പെടും, നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൈ ആണ്. അപ്പോൾ ഞാനിതിവിടെ അധികം തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞെല്ലാം എടുത്തു ഒരു ബൗളിലേക്ക് അരിഞ്ഞെടുത്തിട്ട് ഇത്രപ്പൊരി ഉണ്ട് കേട്ടോ. അങ്ങനെ 3 അരിഞ്ഞിട്ട് ഇത്രയും കിട്ടി. അപ്പോൾ അടുത്തതായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പാൻ ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ഈ ഫ്രൈ കൊണ്ട് തന്നെ നമ്മൾ ചോറിന്, കാരണം ചിക്കൻ മസാലയുടെ ഫ്ലേവറും കുരുമുളകിൻ്റെ എരിവെല്ലാം കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ആ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുകൊന്നും പൊട്ടിക്കണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് എടുത്തിടണം. അത്രയേ കാര്യമുള്ളൂ. ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാക്കാൻ വേണ്ടി. വീട്ടിൽ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലയെന്ന് വരുമ്പോൾ നമുക്കിങ്ങനെ ഫ്രൈ ആക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് വെറുതെ ചോറിന് വേണ്ടി മാത്രമല്ല കേട്ടോ, കട്ടൻ ചായയുടെ കൂടെയും കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയും കഴിക്കും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് അതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണം. ഈ ഫ്രൈ കൊണ്ട് നമുക്ക് ചോറ് തിന്നാനും കട്ടൻ ചായക്ക് കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, കഴിക്കും. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉരുളക്കിഴങ്ങുള്ള സമയത്ത് എപ്പോഴും തന്നെ ഇതാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ എല്ലാം മിക്സ് ചെയ്തു. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടണം, കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട. പക്ഷേ എനിക്ക് ഇഷ്ടമാട്ടോ എരിവ്. കുരുമുളകിൻ്റെ ഫ്ലേവറായാലും ഞാനും പിള്ളേരൊക്കെ തിന്നും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എരിവ് ഇടും കേട്ടോ. പിന്നെ മധുരം വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവ് വേണം. അപ്പോൾ ആ മുളക് പൊടി ഇനി എല്ലായിടത്തും പിടിക്കണം. അതിൻ്റെ ആ പച്ചക്കുത്തലൊന്ന് മാറണ്ടേ. അപ്പോൾ അതിന് വേണ്ടി മുളക് പൊടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കണം. ഞാൻ ആദ്യം വിചാരിച്ച് ഈ പാൻ കത്തിപ്പോകുന്ന കേട്ടോ വിചാരിച്ചേ. പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ മൂടി വെച്ചു കേട്ടോ. എല്ലാം മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് അതിനെ ഒന്ന് വേവുന്നോളം വരെ. അപ്പോഴേക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെന്തോന്ന് അറിയണ്ടേ. അപ്പോൾ ആവിയുണ്ട് നല്ലപോലെ. പാത്രം അടുക്കി പിടിച്ചെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പുതിയ പാത്രമാട്ടോ ഞങ്ങളുടെ. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഈ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട്. ഈ മുളക് പൊടി മൂത്തതിൻ്റെ മണം വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ അതിനകത്ത് കുറച്ച് കുരുമുളകും അതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കേട്ടോ. കുരുമുളക് പച്ചക്കുരുമുളക് ഇടണ്ട, കുരുമുളക് പൊടി ഇട്ടാൽ മതി, അതാണ് രസം. പിന്നെ കളറിനും അതാട്ടോ നല്ലത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നല്ല പോലെ കളറൊന്ന് മാറ്റിയെടുക്കണം. പിന്നെയും നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. എങ്കിലും അത് വേവുള്ളൂ. വെള്ളം ചേർക്കുന്നില്ലല്ലോ. അപ്പം നല്ലപോലെ വെന്ത് കിട്ടിയാലോ നമുക്ക് കടിക്കുമ്പോൾ തന്നെ മുറിഞ്ഞു പോകണ്ടേ. അപ്പോൾ അത് മൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നാൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വന്ന് തുറന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കുമല്ലോ. അപ്പോൾ തീരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ സ്പൂണും കൊണ്ട് ഞാൻ കുത്തി വയ്ക്കുക. നല്ലപോലെ കണ്ടോ മുറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടിക്കുമ്പോൾ തന്നെ മുറിഞ്ഞ് പോകാൻ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഇഷ്ടം തോന്നും നമുക്ക് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.